എന്റെ ഗൗരിയെ എന്നിൽ നിന്ന് നടത്തിയെടുത്തതിൽ പിന്നെ ഒരു ഈശ്വരന്മാരുടെ മുന്നിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ഭഗവാനെ, എനിക്കെന്റെ മോളെ തിരിച്ചു വേണം. അവൾക്കൊരാപത്തും വരാതെ നീ കാക്കണേ. ഒരുപാട് പ്രതിസന്ധികളിൽ നിന്നെല്ലാം എന്റെ മാളുവിനെ നീ രക്ഷിച്ചു. ഇവിടെയും എന്റെ കുഞ്ഞിനെ താങ്ങാകണം. എല്ലാം നഷ്ടപ്പെട്ട് ജീവിതം വെറുത്ത അവസ്ഥയിലാണ് ഞാൻ ഇത്രയും നാളും ജീവിച്ചത്. ജീവച്ഛവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പോലും മാളുവിനു വേണ്ടിയ. ഇപ്പോ ഒരു മകളുടെ സ്നേഹം അതിന് കഴിഞ്ഞ് എന്റെ കുഞ്ഞ് എനിക്ക് തരുന്നുണ്ട്. അതനുഭവിച്ച് എനിക്ക് കൊതി തീർന്നിട്ടില്ല. ഈ സമയത്ത് എന്റെ കുഞ്ഞിനെ എന്നിൽ നിന്നും അകറ്റരുതേ ഭഗവാനെ. എല്ലാവരെയും കളങ്കമില്ലാതെ സ്നേഹിക്കുന്ന ഒരു പാവാണ് അവള്. എന്തിനാണ് അവളെ നീ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഇനി ഒരിക്കൽ കൂടി എന്റെ ജീവിതം ഇരുട്ടിലാക്കിയാൽ, എന്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെടുത്തിയാൽ ഈ മഹി എന്റെ ഈ ജീവിതം അങ്ങ് അവസാനിപ്പിക്കും. ഭാഗ്യം കെട്ട എന്റെ ജീവിതം നിനക്ക് കാണിക്കയായി സമർപ്പിക്കും. നന്മ മാത്രം മനസ്സിലുള്ള എന്റെ കുഞ്ഞിനെ നീ കാക്കണം ഭഗവാനെ. അവളെ എനിക്ക് തിരിച്ചു തരണം. ഒരച്ഛന്റെ സ്നേഹം അവൾക്ക് കൊടുത്ത് കൊതി തീർന്നിട്ടില്ല എനിക്ക്. എന്റെ മാളുവിനെ എനിക്ക് വേണം ഭഗവാനെ. രക്ഷിക്കണേ. മഹി ഇറങ്ങിയില്ലെന്നാ തോന്നുന്നേ. ഇല്ല, ഇപ്പൊ വരും. ഞാനും മഹേട്ടനോടെ പോകല്ലേ ആന്റി? ചെല്ല. മഹേട്ടൻ വരുന്നുണ്ട്. മോനെ, നീ എവിടെയെന്ന് വെച്ചാ പോയി തിരയുന്നേ? എനിക്കറിയില്ലമ്മേ, എല്ലായിടവും നോക്കണം. എങ്ങനെയല്ലേ വരുന്നേ? നമ്മുടെ മാളുവിനെ ആരോ പിടിച്ചോണ്ടുപോയി. മാളുവിനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം മയ്യേട്ടാ. കൊച്ചിനെ കൊണ്ട് കളഞ്ഞിട്ട് നീ വന്ന് അഭിനയിക്കുന്നോടി. ഇപ്പൊ ഇറങ്ങണം ഇവിടുന്ന്. മാളുവിനെ കൊണ്ടല്ലാതെ ഈ വീട്ടിലോട്ട് നീ വന്നു പോരുത് കേട്ടോ. ശ്രേയ, നിർത്ത. ഗംഗ ഒരിക്കലും മനഃപൂർവ്വം മാളുവിന് ആപത്ത് വരുന്ന ഒന്നും ചെയ്യില്ല. അതെനിക്ക് ഉറപ്പാ. എന്താ ഗംഗ ശരിക്കും സംഭവിച്ചത്? മഹേട്ടാ, ഞാനും മാളും കൂടി അമ്പലത്തിൽ നിന്ന് വരുമ്പോ ഇതാ മഹേട്ട അവിടെ സംഭവിച്ചത്. ഞാൻ അവരുടെ പിന്നാലെ വെറുതെ ഓടിയ എത്തില്ല. അതാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എത്രയും പെട്ടെന്ന് മാളുവിനെ കണ്ടുപിടിക്കണം മഹേട്ട. ഞാൻ അതിനു വേണ്ടി ഇറങ്ങുക. ഞാനും കൂടെ വരാം. വേണ്ട, എന്റെ മോളെയല്ലേ കാണാതായത്. ഞാൻ തന്നെ പോയി കണ്ടുപിടിച്ചോളാം. അങ്ങനെ പറയല്ല മഹേട്ട, ഞാനും വരാം. ഇവിടെ ഇരുന്ന് എനിക്കൊരു സമാധാനവും കിട്ടില്ല. ഞാനും വരാം മഹേട്ട. എന്നെയും കൂടി ഒന്ന് കൊണ്ടുപോ. നിനക്ക് എന്താ ഗംഗേ മഹേട്ടൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഞങ്ങളുടെ കുഞ്ഞ മാളു. ഞങ്ങള് പോയി അവളെ കണ്ടുപിടിച്ചോളാം. അതിനാരുടെ ഒത്താശ ഒന്നും വേണ്ട. മഹേട്ട, എന്നെയും കൂടി കൊണ്ടുപോ. വേണ്ട മഹേട്ട, മഹേട്ടന്റെ കൂടെ ഞാൻ വരാം. നമുക്ക് പോയി കണ്ടുപിടിക്കാം. വാ മഹേട്ട.
ശ്രേയയും കൂടി കൊണ്ടുപോകും മഹി. ശ്രേയ മാളുവിനെ തട്ടിക്കൊണ്ടുപോയ ആളുടെ പിന്നാലെ കാറിൽ പോയതല്ലേ? ആ സമയത്ത് ഗംഗയെ കാറിൽ കയറ്റിക്കൊണ്ട് പോയിരുന്നെങ്കിൽ ആ കാറും മാളുവിനെയും ഇതിനകം കണ്ടുപിടിക്കായിരുന്നു. അത് ചെയ്തില്ലല്ലോ. മഹേട്ടാ, ഇവിടെ തർക്കിച്ചു നിന്ന് സമയം കളയണ്ട. എത്രയും പെട്ടെന്ന് മാളുവിനെ തിരിച്ചു കിട്ടണം. എന്നെ കൊണ്ടുപോയില്ലെങ്കിൽ സാരില്ല, മഹേട്ടൻ തന്നെ പൊയ്ക്കോളൂ. വേഗം ഇറങ്ങാം. ഗംഗ എന്റെ കൂടെ വന്നോളൂ. അവരെ കണ്ട ഗംഗയ്ക്ക് ചിലപ്പോൾ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. വേറെ ആരും വരണ്ട. ഗംഗ മാത്രം വന്നാൽ മതി. എന്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ദാ ഇവൻ തന്നെയായിരിക്കും. അത് സാരമില്ല, ഞാൻ വിളിച്ചോളാം. എന്റെ കുഞ്ഞു പറ. നിന്റെ കുഞ്ഞോ? അതെ, എന്റെ മാളുവിനെ നീ എങ്ങോട്ടാണ് കൊണ്ടുപോയത്? അപ്പൊ മാള് നിന്റെ അടുത്ത് ഇല്ലേ? ഗൂഗിളെ, നീ നാടകം കളിക്കരുത്. എനിക്കെന്റെ മോളെ തിരിച്ചു വേണം. അവളെ വിടണം. സ്വന്തം കുഞ്ഞിനെ എവിടെയോ കൊണ്ട് കളഞ്ഞിട്ട് എന്റെ മേലെ കുതിര കയറാൻ വരുന്നോ? സത്യം പറഞ്ഞോടാ, മാളു എവിടെ? അവളെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി നീ തന്നെയായിരിക്കും. എന്താ? എന്റെ പെങ്ങളെ നീ കൊലക്ക് കൊടുത്തു. എന്നിട്ട് വേറെ കല്യാണം കഴിച്ച് സൂഹിക്കാൻ നടക്കുന്ന നിനക്ക് മാളു ഒരു ബാധ്യതയായി തോന്നിക്കാണും. നിന്റെ സൗകര്യത്തിന് വേണ്ടി നീ കൊച്ചിനെ കാണും കൊന്നോടാ. അയ്യോ മഹേട്ടാ, വേണ്ട. പിന്നെ അവൻ പറയുന്നത് കേട്ടില്ലേ? ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? നീ ഒരുത്തിയെ കല്യാണം കഴിക്കാണെന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചിട്ടില്ലേ? എന്നിട്ട് വേറെ ഒരുത്തിയെ കൊണ്ട് കറങ്ങി നടക്കുന്നു. ഇതൊന്നും പോരാഞ്ഞിട്ട് എല്ലാം മകൾക്ക് വേണ്ടിയാണുള്ളൊരു നാടകവും. ഇതൊക്കെ വിവരമില്ലാത്തവർ വിശ്വസിക്കും. പക്ഷെ ഈ ഗോകുലിന് അതിനെ കിട്ടില്ല. ഞാൻ എന്താണെന്നും എങ്ങനെയാണെന്നും നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. പിന്നെ നിന്നോട് ഞാൻ കരുണ കാണിക്കുന്നത് എന്റെ ഗൗരി ഓർത്ത് മാത്രമാ. ഗൗരിയുടെ കൂടപ്പിറപ്പായതുകൊണ്ട് മാത്രം. ചേട്ടാ, ദൈവത്തെ ഓർത്ത് ഞങ്ങളുടെ മാളു എവിടെയുണ്ടെന്ന് അറിയാമെങ്കിൽ ഒന്ന് പറയൂ പ്ലീസ്. എങ്ങനെ വേണ്ട, നീ ഇവന്റെ മുമ്പിൽ അപേക്ഷിക്കേണ്ട കാര്യമില്ല. എന്റെ കുഞ്ഞ് അവൾ എവിടെയാണെങ്കിലും ഞാൻ കണ്ടെത്തും. ഇനി അതിന്റെ പിന്നിൽ ആരായാലും വെറുതെ വിടല ഞാൻ. മാളുവിനെ തട്ടിക്കൊണ്ടു പോയതിന് പിന്നിൽ നീ ആണെങ്കിൽ ഗോകുലെ, നീ ദുഃഖിക്കേണ്ടി വരും. ഇതുവരെ ഞാൻ കാണിച്ച ഔദാര്യം എന്റെ ഗൗരിയുടെ ചോരയാണെന്നുള്ള ആ പരിഗണന ഞാനങ്ങ് മറക്കും. എന്നെ കൊല്ലും ഞാൻ. ചെയ്യാത്ത തെറ്റിന് കോടതി കയറിയവനാ ഞാൻ. ഇനി നിന്നെ കൊന്നിട്ട് ജയിലിൽ പോകാനും ഞാൻ മടിക്കില്ല. വാ ഗംഗേ. മാളുവിനെ കാണാനില്ലെന്നോ? ആരായിരിക്കും ഇതിന് പിന്നിൽ? മാളുവിന് ഒരു പോറൽ പോലും സംഭവിക്കാൻ പാടില്ല. കാരണം അവളിലൂടെ വേണം എനിക്ക് മഹിയുടെ സ്വത്തുക്കളെല്ലാം നേടിയെടുക്കാൻ.
ഇവളെ അങ്ങനെ വെറുതെ ഒഴിവാക്കി എനിക്കെന്താ ലാഭം? നാളെ ഇവളെ കൊല്ലുന്നൊരു കേസ് കൂടെ എൻ്റെ പേരിലാവും. അതല്ലല്ലോ വേണ്ടത്. ഇവളിലൂടെ 10 കാശുണ്ടാക്കണം. അതാണ് ബുദ്ധി. ആ ഹലോ, നകുലാണ്. ആ അതെ അതെ, ഒരു കോളൊത്തോണ്ടല്ലേ ഞാനിപ്പോ വിളിച്ചത്. ആ, ഭിക്ഷയെടുക്കാൻ വിടാൻ പറ്റിയ പ്രായമാണ്. നല്ല വാക്ചാതുര്യമുണ്ട്. നന്നായിട്ട് ട്രെയിനിങ് കൊടുത്താൽ മതി. അതൊക്കെ നിങ്ങൾക്ക് ഈസി അല്ലേ? കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ച് മുട്ടയടിച്ച് വിട്ടാ മതി. ആ, പക്ഷേ എനിക്ക് അതിനകത്ത് വില കിട്ടണം. ആ അതെ അതെ. ഏയ്, അത് പറ്റില്ല. കുറച്ചുകൂടി കൂട്ടിത്തരണം. ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവില്ലെന്നേ, അതിന് ഞാൻ ഗ്യാരണ്ടിയാ. ആ ആ ശരി, ഓക്കെ ഓക്കെ. എന്റെ മോള് മാളു, ഈശ്വര, അവളെ ഈ ചെന്നായ ഭിക്ഷാടകർക്ക് കൊടുക്കാൻ പോവാണ്. എന്റെ മോളെ ഞാൻ എങ്ങനെ രക്ഷിക്കും? മഹേട്ടാ, എന്റെ കൈ പിടിച്ച് നടക്കുമ്പോഴാ നമ്മുടെ മാളുവിനെ ആരോ തട്ടിയെടുത്ത് വണ്ടി കയറ്റിക്കൊണ്ടുപോയത്. എന്താ സംഭവിച്ചെന്ന് മനസ്സിലാവുമ്പോഴേക്കും അവൻ ഒരുപാട് ദൂരം പോയി കഴിഞ്ഞിരുന്നു മഹേട്ടാ. മാളുവിനെ കൊണ്ടുപോയ വണ്ടിയുടെ നമ്പർ ഗംഗയ്ക്ക് ഓർമ്മയുണ്ടോ? ഇല്ല മഹേട്ടാ. അത് ഏത് വണ്ടിയാണെന്നെങ്കിലും അറിയാവോ? വണ്ടിയുടെ പേരൊന്നും എനിക്ക് പറയാൻ അറിയില്ല മഹേട്ടാ. പിന്നെ എന്താ നിനക്ക് അറിയാവുന്നത്? അത് വണ്ടിയുടെ നിറം. ആ വണ്ടിയുടെ നിറം എനിക്കറിയാം. അതൊരു ചുവന്ന കളറ് കാറാണെന്ന് തോന്നുന്നു. ആ അതെ മഹേട്ടാ, അതൊരു ചെറിയ ചുമന്ന കളർ കാറായിരുന്നു. അയാള് ആ വണ്ടിയിലെ മഹേട്ടാ ആ മാളിനെ തട്ടിക്കൊണ്ടുപോയത്. ആ വണ്ടി എവിടെയാ? അവരെങ്ങോട്ടാ പോയത്? ഇതൊന്നും അറിയാതെ നമ്മൾ വെറുതെ നോക്കി നടക്കുക. ഒന്ന് തീരുമ്പോൾ ഒന്ന് എന്ന് പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ മാത്രമേ ജീവിതത്തിലുള്ളൂ. എനിക്ക് മടുത്തു തുടങ്ങി. എന്തിനാ അങ്ങനെ ജീവിക്കുന്നതെന്ന് പോലും തോന്നുക. അയ്യോ, അങ്ങനെയൊന്നും പറയില്ല മഹേട്ടാ. പണ്ട് എന്റെ അച്ഛനമ്മയും മരിച്ചപ്പോ എനിക്ക് ജീവിക്കാനുള്ള ധൈര്യം തന്നത് മഹേട്ടനാ. ആ മഹേട്ടൻ തന്നെ ഇങ്ങനൊന്നും പറയരുത്. ഞാൻ ആർക്ക് വേണ്ടിയാ ഗംഗ ജീവിക്കേണ്ടത്? എല്ലാം മാളുവിന് വേണ്ടിയായിരുന്നില്ലേ? അവൾ ആഗ്രഹിക്കുന്ന നിന്നെ പോലും എനിക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. നീയും എന്നെ കൈയൊഴിഞ്ഞില്ലേ? ഞാൻ മഹേട്ടാ, എനിക്കിഷ്ടമല്ലാത്തോണ്ട് പറഞ്ഞതല്ലോ. മുത്തശ്ശിക്ക് അങ്ങനെ ഒരു വാക്ക് കൊടുത്തു പോയതുകൊണ്ട് ഞാൻ മഹേട്ടനെ മോഹിക്കാനോ അങ്ങനൊരു ജീവിതം സ്വപ്നം കാണാനോ പാടില്ല എന്ന് മുത്തശ്ശി എന്നോട് പറഞ്ഞു.
ഞാൻ സത്യം ചെയ്തു കൊടുത്തില്ലെങ്കിൽ മുത്തശ്ശി എന്നെ ഇവിടുന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞു. എനിക്ക് മഹിയേട്ടന്റെ കല്യാണം കഴിയുന്നവരെങ്കിലും ഇവിടെ നിൽക്കണം. മഹിയേട്ടന്റെയും മാളുവിന്റെയും കൂടെ നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടാവണം. അതാ മഹിയേട്ട എന്റെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് ഞാൻ സത്യം ചെയ്തു കൊടുത്തത്. ഹലോ. എടാ ഞങ്ങളുടെ മാളും ഇവിടെ. ഓഹോ, നീയും മാളൂന് തിരക്കിറങ്ങിയതാണോ? തമാശ കളിക്കല്ലേ ഗോകുലെ. ഇനിയിപ്പോ കളി മാറും. സംഗതി വലിയ പ്രശ്നമാവും. എന്ത് പ്രശ്നം? എല്ലാരും കുഞ്ഞിനെ തിരക്കി ഭ്രാന്ത് പിടിച്ച് നടക്കുക. പിന്നെ വലിയ കേസൊക്കെ ആയാൽ നീ കുടുങ്ങും. ഒന്ന് പോടാ. ഞാനെന്തിനാ കുടുങ്ങുന്നേ? കുഞ്ഞിനെ ഞാൻ എടുത്തെങ്കിലല്ലേ ഞാൻ കുടുങ്ങേണ്ട കാര്യമുള്ളൂ. മാളൂന് ഞാൻ കണ്ടിട്ട് പോലുമില്ല. അപ്പോ നീ അല്ലേ മാളുവിനെ തട്ടിക്കൊണ്ട് പോയത്? അല്ലെന്നും മലയാളത്തിലല്ലേ പറഞ്ഞത്. ദേ, ഈ പേരും പറഞ്ഞ് മഹി എന്റെ അടുത്ത് ഒന്നൊരു വഴക്കം കഴിഞ്ഞപ്പം പോയതേ ഉള്ളൂ. ഞാനിതൊന്നും ക്ഷമിക്കുന്നു ഒരുത്തനും കരുതണ്ട. മാള് ഞങ്ങളുടെ കുട്ടിയാ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ മഹി അതിന് ഉത്തരം പറയണം. അവനെ കൊണ്ട് ഞാൻ പറയിക്കും. പിന്നെ ഞങ്ങളുടെ കുട്ടിയെ അവൻ ഞങ്ങൾക്ക് തന്നെ തരികയും ചെയ്യും. ഇല്ലെങ്കിൽ എല്ലാവരും വിവരം അറിയും. അല്ല, എന്നാലും എന്ത് ധൈര്യത്തിലാ നീ എന്നെ ഇതിനെ വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നെ ചോദ്യം ചെയ്യാൻ മാത്രം ധൈര്യം നിനക്കായോ? അത് കുട്ടി നിന്റെ കയ്യിലുണ്ടെങ്കിൽ തിരികെ വാങ്ങാൻ വേണ്ടി വിളിച്ചതാ ഞാൻ. കൊച്ചിനെ കൊണ്ട് തരാന്നും പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിന് കാശ് വാങ്ങി തിന്നിട്ട് നീ ഇപ്പൊ കൊച്ചിനെ ചോദിച്ച് എന്നെ വിളിക്കുന്നോ? നാളുണ്ടോടാ നിനക്കൊക്കെ? ലേശ ഉളുപ്പെങ്കിലും ഉണ്ടോടാ? ഫോൺ വെച്ചിട്ട് പോടാ. എത്തിയോ? പിന്നെ നകുല് വാക്ക് പറഞ്ഞ അതിൽ പിന്നെ മാറ്റം ഉണ്ടാവില്ല എന്ന് അറിഞ്ഞൂടെ? ഇത് നമ്മുടെ ആദ്യത്തെ ഡീലൊന്നും അല്ലല്ലോ. ആ, അതുകൊണ്ടല്ലേ താൻ പറഞ്ഞ കാശ് എടുത്തു വെച്ച് ഞങ്ങൾ കാത്തിരുന്നത്. പണം റെഡിയാണെങ്കിൽ ദാ കുട്ടിയും റെഡിയാണ്. താൻ പറഞ്ഞപ്പോ ഇത്രയും ഓമനത്തുള്ള കുഞ്ഞാണെന്ന് ഞാൻ കരുതിയില്ല. എന്റെ കുഞ്ഞിനെ വിറ്റ് കാശ് വാങ്ങി സുഖിക്കാന്ന് കരുതി അല്ലേടാ? നിനക്കുള്ളത് ഞാൻ തരാം. ഇനി മേലാൽ ഒരു കുഞ്ഞിനെയും ഇത്തരത്തിൽ ഉപദ്രവിക്കാൻ പാടില്ല. അതിനെന്താ വേണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇന്നാ പിടി. എങ്കി പിന്നെ ഞാൻ പോവാ. ഇവളെയും കൊണ്ട് കാശുണ്ടാക്കുമ്പോഴേ നിങ്ങള് എന്നെ കൂടി ഒന്ന് ഓർക്കണം. താൻ ചെല്ല്. ഇനിയുള്ളതേ ഞങ്ങളുടെ പണിയാ. അത് ഞങ്ങൾ ചെയ്തോളാം. ഓക്കെ എന്നാ. നീ പൊയ്ക്കോ. ഇപ്പൊ ഞാൻ നിന്നെ വിടുന്നതുകൊണ്ട് നീ രക്ഷപ്പെട്ടൊന്ന് കരുതണ്ട. നിനക്കുള്ളത് ഒറ്റയ്ക്ക് ഞാൻ തരാം. കൊച്ചു കൊള്ളാല്ലേ?
ഇതിന്റെ മുഖം കണ്ടാ പാവം തോന്നും. പിച്ചയ്ക്ക് വിട്ടാൽ നല്ല കാശ് കിട്ടാൻ സാധ്യതയുണ്ട്. അതെ, നമുക്ക് ആ പണിയങ്ങ് തീർക്കാം. നിനക്കെന്റെ കൊച്ചിനെ ഉപദ്രവിക്കണം അല്ലേടാ? കൈയും കാലും ഒടിയുന്നത് ആരുടെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. കൈയും കാലും ഒടിച്ചേക്കാം അല്ലേ? ഇതെന്താ നിന്റെ ശബ്ദം ഇങ്ങനെ? നിനക്ക് എന്റെ കുഞ്ഞിന്റെ കൈയും കാലും തല്ലി ഓടിക്കണം അല്ലേടാ? എന്റെ കുഞ്ഞിന്റെ കണ്ണു കുത്തി പൊട്ടിക്കണം അല്ലേടാ? എടാ, നീ എന്തിനാടാ എന്റെ കൈയും കാലും തല്ലി ഓടിക്കുന്നത്? ആ കൊച്ചിന്റെ കൈയും കാലും തല്ലി ഓടിക്കടാ.